ഹൈ, നമുക്കൊരു പ്രത്യേകതരം ഫെമിനിറ്റിയെ കണ്ടാലോ? മുമ്പ് ഞാനൊരു ഫെമിനിറ്റി എടുത്തു വെച്ച് എന്തിനാ പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എന്നെ ഫോൺ വിളിച്ച് ഭയങ്കരമായിട്ട് പറഞ്ഞു. ആള് അഡ്വക്കേറ്റും കൂടെയാണ്. അതുപോരാതെ എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞു, അവളുടെ അടുത്ത് മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറ, അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഞാനിതെന്തൊരു പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയണത്. അന്തം വിട്ട് ഞാൻ പോയി നോക്കി എന്താ സംഗതി എന്നല്ലേ. ചെറിയ ഒരു ഇൻട്രോ തരാം, ചെറിയ ഒരു രൂപരേഖ തരാം അതിനെപ്പറ്റി. 4 പെൺപിള്ളേരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മൈത്രേയണ്ണൻ നിൽക്കുകയാണ്. പിക്ചർ ആ 2 ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ എടുത്തത് നമ്മുടെ സംഗി കൃഷ്ണനില്ലേ, സംഗി കൃഷ്ണൻ വക്കീലി, അങ്ങേരെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഇങ്ങേരുടെ ടൈം ലൈനിൽ അതുകൊണ്ട് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞ് 4-5 പടക്കങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഹാപ്പി വിഷു. വിഷു ദിനത്തിൽ അങ്ങേര് പബ്ലിഷ് ചെയ്ത ഒരു ഇതാണ്. അങ്ങനെയാണെങ്കിൽ 4 പെണ്ണുങ്ങളെയും ചേർത്ത് വെച്ച് ഇങ്ങേര് പറഞ്ഞത് പരമമോശമല്ലേ. സ്ത്രീകളെ പറ്റി അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഞാനതിന് റിയാക്ഷൻ കൊടുത്ത്, കൃഷ്ണൻ വക്കീലിൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ പടക്കങ്ങളെന്നായിരിക്കും അദ്ദേഹം വിളിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഈ പെങ്കൊച്ചുങ്ങളെ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ആ പെങ്കൊച്ചുങ്ങൾ കിട്ടൊരു താങ്ങലങ്ങ് താങ്ങി. എന്ന് വെച്ചാൽ ഈ പറയുന്ന പെൺപിള്ളേർക്കൊക്കെ റൈറ്റ്സ് ഇല്ലയോ? വായിലെന്തുവാ ഇവർ ഭയങ്കര സൂപ്പർ എത്തിസ്റ്റുകൾ, ഫെമിനിസ്റ്റുകൾ, റേഷണലിസ്റ്റുകൾ, അങ്ങനെ കുറേ എന്തൊക്കെ ഇസ്റ്റുകളാണെന്നാണ് അവർ പറയുന്നത്. ഫെമിനിസ്റ്റുകൾ എന്നുള്ളത് റൈറ്റൻ ചെയ്ത് പറയാം. ഇതിൽ 2 വക്കീലാ, മനസ്സിലായി. ഒരുത്തി ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ടീച്ചറമ്മച്ചിയാണ്, മറ്റൊരാൾ പിന്നെ ഒന്നും പറയേണ്ട LGBTQൻ്റെ സ്വന്തം ആളാണ്. ആരൊക്കെയാണെന്നുള്ളൊരു ചെറിയ രൂപം തരാം. സന ചേച്ചി ഇല്ലേ, സന ചേച്ചി, പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു. ബിന്ദുമണി ചേച്ചി അറിയുമോ? നമ്മളെ ശബരിമലയിൽ ഐക്യദാർഢ്യത്തിന് പോയ ബിന്ദു ചേച്ചി ഉണ്ടായിരുന്നു, സന ചേച്ചി ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മി അറിയുമോ? നമ്മളെല്ലാം മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുന്ന എൻറോഡ് എന്ന അവരും ഉണ്ട്, ആ ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെയുള്ളതാണ് കുക്കു ചേച്ചി, അവർ അഡ്വക്കേറ്റാണ്, പക്ഷെ കളറ് കറുപ്പായിരുന്നു. ഞാൻ ഒരു ഫ്ലോയ്ക്ക് ഇവരൊക്കെ ജാതിയൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഷെഡ്യൂൾ കാസ്റ്റ് ലെവലിലുള്ളവർ കുറച്ച് ആപ്ലിക്കേഷനൊക്കെ കൊണ്ട് കൊടുത്താൽ കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങൾ നീക്കും. മനസ്സിലായില്ലേ? ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതായത് ഇപ്പം ബിന്ദു അമ്മണി ചേച്ചി ഷെഡ്യൂൾ കാസ്റ്റാണ്, അതേപോലെ നമ്മുടെ ശ്രീലക്ഷ്മി അക്കച്ചിയും ഷെഡ്യൂളാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയതല്ലാതെ ഇവർ രണ്ടുപേരും ഷെഡ്യൂൾ കാസ്റ്റ് ആണെന്നും സന ചേച്ചി മുസ്ലിം ആണെന്നും പറഞ്ഞ് മറ്റേ ചേച്ചിയുടെ കാര്യം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ അത് ഞാൻ കൊടുത്ത നരേഷനിൽ ആ ചേച്ചിയും ഷെഡ്യൂൾ ആണ് എന്ന് വരും പോലും അത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുക്കുച്ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, ഞാൻ തൂക്കിക്കൊല്ലുന്നു. ഞാൻ അവരെ ഷെഡ്യൂളെന്ന് വിളിച്ചത് ഞാൻ അറിഞ്ഞ പോലും ഇല്ല. പക്ഷെ അവർക്ക് ദേഷ്യം വന്നു. അപ്പോൾ ആ വിഷയം മനസ്സിലായില്ലേ? അപ്പോൾ കുക്കു ചേച്ചിയുടെ അടുത്ത് ഞാൻ കുറച്ച് നിയമം അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്, മോളെ കുക്കു ചേച്ചി, ഞാൻ നിൻ്റെ ജാതിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ കുക്കു ചേച്ചിയുടെ അറിവിലേക്ക് ഈ ദളിതരെന്ന് പറയുന്നത് വലിയ കുറഞ്ഞ സംഭവങ്ങളൊന്നുമല്ല. അവർ നമ്മുടെ രാജ്യത്തെ പൗരന്മാരാണ്. മറ്റ് സവർണർക്കുള്ളതിനേക്കാൾ പ്രിവിലേജ് ദളിത വംശജർക്കുണ്ട് എന്നുള്ളത് കുക്കു ചേച്ചി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മളുടെ ബേസിക്കലി ഇന്ത്യയുടെ ആദ്യത്തെ അവകാശികളായിരുന്നു വെച്ചാൽ ആദിവാസികളാണ്. ഒരു ദളിത് വംശജർ എന്ന് തന്നെയാണ് അവരെയും പറയുക. അപ്പോൾ കൂടുതൽ ഡെക്കറേഷൻ എന്ന് വേണ്ട, ഇന്ത്യയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ദളിതരാണ് എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുപോലൊരു ഫെമിനിസ്റ്റിയാണ് നമ്മൾ എടുത്തു വെച്ചങ്ങോട്ട് പറയാൻ പോണത്. ഈ ഫെമിനിസ്റ്റ് ഒരു പ്രത്യേകതരം ഫെമിനിസ്റ്റാണ്. ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പെൺ സിനിമകൾ, അങ്ങനെ ഒരു സാധനമുണ്ട്, 100 പെൺ സിനിമകൾ. അവരുടെ ഒരു സിനിമയുടെ പേരെന്തരായിരുന്നു, 9 പെൺ സിനിമകൾ. 9 പെൺ സിനിമകളൊക്കെ, സ്ത്രീപക്ഷ സിനിമകളൊക്കെ പിടിച്ച ജിയോ ബേബിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത മാസിലാമണി, ജുപ്പിറ്റർ മാസിലാമണി, ജുപ്പിറ്റർ എന്ന് അവരുടെ കൂടെ എല്ലാം കേട്ടോ, മാസിലാമണി എന്നേ ഉള്ളൂ. കുഞ്ഞില മാസിലാമണി. കുഞ്ചില എന്ന് ഇംഗ്ലീഷിൽ വായിക്കുമെങ്കിൽ മലയാളത്തിൽ കുഞ്ഞില എന്നാണ് അർത്ഥം. കുഞ്ഞില മാസിലാമണി നമ്മുടെ സബ്ജക്റ്റ്. പുള്ളിക്കാരത്തി പോസ്റ്റ് മുക്കി, ഞാൻ പൊക്കി. അപ്പോൾ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാം പിടികിട്ടും. ഈ പെൺ സിനിമകൾ 9 പെൺ സിനിമകൾ പിടിച്ചതോടെ തന്നെ ഇവരെ ഫാനാണ് മൊത്തത്തിൽ. അതൊരു സുഡാപ്പി ലൈനിലാണ് പുള്ളിക്കാരത്തി ഉള്ളത്. ഫേസ്ബുക്കിൽ അടിച്ചാൽ ഇവരുടെ റിയൽ ID കിട്ടും. അതിനകത്തൊക്കെ ഒന്നും പോയി നോക്കണ്ട. അയ്യോ, എന്തൊരു പ്രതികരണം. ആക്ടിവിസ്റ്റ് എന്ന് വെച്ചാൽ ആക്ടിവിസ്റ്റ് പോലീസ് സാധനമാണ്. ആരുടെ ഇത് ഒരു കാര്യത്തിന് ഇറങ്ങിയ പോലീസ് എടുത്തോണ്ട് പോകണുണ്ട് ഇല്ല. നമ്മളിപ്പോൾ കന്നിനെ ഇറക്കാൻ കൊണ്ടുപോകുമ്പോൾ പോകില്ലേ, കൈയും കാലും ഒക്കെ തൂക്കി പിടിച്ച് വലിച്ചോണ്ട്, അങ്ങനെയൊക്കെയാണ് പോലീസ് പിടിച്ചോണ്ട് പോകണത്. അമ്മാതിരി ആക്ടിവിസ്റ്റാണ്. ഒരു കൃഷ്യത്തിൽ ഇറങ്ങി നിന്ന് അവർ തുനിഞ്ഞങ്ങ് ഇറങ്ങി നിൽക്കും. പക്ഷേ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും ഇവരുടെ ഉള്ളിൽ കൃത്യമായി ജാതി ബോധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ സുന ഞാനിവിടെ ഒട്ടിക്കുന്നു. മുക്കിയ പോസ്റ്റ് പൊക്കിക്കൊണ്ട് ഈ ഒരു സാധനം വായിക്കാം. മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധിക്കണം. മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ ദളിത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ് എന്ന് പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, കാള പറ്റുന്ന കേട്ടോണ്ട് കയറെടുക്കും. അങ്ങനെ എന്തരാ ചെയ്ത് കേട്ടാ കൊച്ചിന്, അതുകൊണ്ടാണ് കൊച്ചിങ്ങനെ എഴുതിയിട്ടിരിക്കുന്നത്. അടുത്തെന്തരാണ്, അങ്ങനെയല്ല. നസ്രാണി ഹിന്ദു സവർണ ബാക്ക്ഗ്രൗണ്ട്. നസ്രാണിയാണ് എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയാണ്, ഹിന്ദുവാണ്, സവർണ ബാക്ക്ഗ്രൗണ്ട്. അതായത് ഹിന്ദുവായ അവർ സവർണർ, ബ്രാഹ്മണരോ നായരോ ആ ലെവലിലുള്ള ആരോ ആയിരുന്നു, അവർ നസ്രാണി ആയതാണ്.
ഏത് മനസ്സിലായ? അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചെടുക്കേണ്ടത്. പിന്നെ അംബേദ്കറിസ്റ്റ് റാഷണലിസ്റ്റ്. അംബേദ്കറിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തുവാ? അംബേദ്കർ ദളിത് വംശജനായിരുന്നു, അദ്ദേഹമാണ് നമ്മളുടെ ഭരണഘടന ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഈസം മതി എന്നുള്ളതായിരിക്കും. കമ്മ്യൂണിസം പോലുള്ള ഒരു ഈസമാണ് അംബേദ്കറിസ്റ്റ്. ഓക്കെ. അടുത്ത് റാഷണലിസ്റ്റ്, അതും ഒരു ഇസ്റ്റ് തന്നെയാണ്. ഓക്കെ, സമ്മതിച്ചു. എത്തിസ്റ്റ്, ഓക്കെ, നിരീശ്വരവാദി, സമ്മതിച്ചു. പിന്നെന്താ? ഇടത് സഹയാത്രിക. ലേതാ കിടക്കണം, ഇടത് സഹയാത്രിക എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ്. അടുത്ത് ഫെമിനിസ്റ്റ്. ഫെമിനിസ്റ്റാണ് ഞാൻ. ദേഷ്യം വന്ന് ചേച്ചിക്ക് ദേഷ്യം വന്നപ്പോൾ ചേച്ചി എഴുതി വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പുള്ളിക്കാരത്തി ഫെമിനിസ്റ്റാണ്. സമത്വം പറയുന്ന സംഗതിയായി ഫെമിനിസം. ഫെമിനിസം എന്താണെന്ന് അറിയാമോ? ഇക്വാലിസം. ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന രീതി അത് ഇക്വാലിസമാണ്. കമ്മ്യൂണിസം എന്താണെന്ന് അറിയാമോ? ഇക്വാലിസം. ഉച്ചനീചത്വങ്ങളില്ലാതെ മനുഷ്യരെല്ലാം സമന്മാരായി ജീവിക്കണം എന്നുള്ളതാണ് അവരുടെ മാനിഫെസ്റ്റോയും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം എന്ത് പറയണമെന്ന് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പഠിച്ച കാലത്ത് എനിക്ക് ഈ കമ്മ്യൂണിസം ഇഷ്ടപ്പെടാനുള്ള കാരണവും ഇവരുടെ സമത്വമാണ് കേട്ടോ, അല്ലേ? അംബേദ്കർ അദ്ദേഹം പിന്നെ എന്തോന്ന് പറഞ്ഞത്? അദ്ദേഹം ഇതൊക്കെ തന്നെ പറഞ്ഞത്. എൻ്റെ ജനതയ്ക്ക് മുന്നോട്ട് വയ്ക്കാൻ, എൻ്റെ ജനതയെ മുന്നേറ്റി കൊണ്ടുവരാനായിട്ട് ഞാൻ ചില കാര്യങ്ങൾ വിട്ടുവയ്ക്കുന്നു. ഈ പറയുന്ന ഭരണഘടന പോലും തിരുത്തി എഴുതപ്പെടേണ്ട ഒരു അവസരമുണ്ടെങ്കിൽ തിരുത്തി എഴുതപ്പെടണം. ഞാനാണ് അവസാന വാക്കെന്ന് ആരും ചിന്തിക്കരുതെന്നൊക്കെ രീതിയിൽ ഒരുപാട് തഗ് ഡയലോഗുകൾ അടിച്ച ആളാണ് അംബേദ്കർ. എത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നിരീശ്വരവാദം എന്തരാണ്? അതെന്തുവാ മുന്നോട്ട് വയ്ക്കുന്നത്? അപ്പം ആകെ മൊത്തത്തിൽ ഇവർ ഈ പറഞ്ഞ കിസ്റ്റുകളൊന്നും തന്നെ ഇവരുടെ തോട്ട് പ്രോസസ്സിലുള്ള സാധനത്തിലല്ല അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവർ ജസ്റ്റ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഷീ ഈസ് അപ്പർ ക്ലാസ്, സവർണ, ഹിന്ദു, നസ്രാണി ആണ് പുള്ളിക്കാരത്തി. ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഫേക്കായിട്ടുള്ള കുറേ എണ്ണമുണ്ട്. ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പേര് എത്തിസ്റ്റ്, ഫെമിനിസ്റ്റ്. എന്തിനാണ് ഇതൊക്കെ? ഫ്രീ സെക്സും സ്വാതന്ത്ര്യവും വേണം. ഇതുകൊണ്ടുള്ള നഷ്ടം എന്താണെന്നറിയാമോ? ജെനുവിനായി ഫെമിനിസം പറയുകയും അതിനെ ഉൾക്കൊള്ളുകയും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന റിയലായിട്ടുള്ള എത്തിസ്റ്റുകൾക്ക്, റിയലായിട്ടുള്ള ഫെമിനിസ്റ്റുകൾക്ക്, റിയലായിട്ടുള്ള അംബേദ്കറിസ്റ്റുകൾക്ക്, റിയലായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ അപമാനകരമാകുന്ന രീതിയിലാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് ചുരുക്കം. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ജാതീയതയാണ് പുറത്തേക്ക് വന്നത്. ഇത് പൂട്ടിക്കളഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇപ്പം നടക്കുന്ന ഒരു പ്രശ്നത്തിൽ ഈ പെണ്ണുമ്പിളയ്ക്ക് അറസ്റ്റ് വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇമാതിരി ഒരു വൃത്തികേട് സാധനം എഴുതിയിട്ടത്. മുക്കിയപ്പോൾ എന്ത് കിട്ടി എന്നുള്ളതാണ്. ഇത് ഞാൻ എടുത്തുകൊണ്ടുവന്ന് വെക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേക്കായിട്ട് സ്വന്തം ഐഡിയയിൽ ഭയങ്കര രീതിയിൽ ഞാൻ അങ്ങ് ഉണ്ടാക്കി കളയും എന്നുള്ള രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നവരുടെ ഉള്ളിലുള്ള ആ വിഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. നമ്മളെല്ലാവരും ഈക്വലാണ്. സഹജീവിയായി കാണാൻ നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. കല്ലിൽ നമുക്ക് ദൈവത്തിനെ കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ സഹജീവിയിൽ നമ്മളുടെ, അതായത് ഈ പറയുന്ന ദളിത് വംശജരോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന വിഭാഗം എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മനുഷ്യരിലോ സഹജീവിയായി നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത് വല്ലാത്ത മ്ലേച്ഛം എന്നതിനപ്പുറം ഒന്നുമില്ല. സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷങ്ങൾക്കിപ്പുറം പോലും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഈ ജാതീയത മാറുന്നില്ല. നമ്മളുടെ ഈ ജാതിബോധം, ഈ വർഗീയ ബോധം, ഇതായിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെ ആണ്ടുപടയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം എന്നുള്ളത് മറന്നു പോകണ്ട. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് അവരുടെ തയമാണ്. ഭരിച്ച് ഉണ്ടാക്കിയെടുത്ത നേട്ടം ഇവിടുന്ന് അള്ളി വാരിക്കൊണ്ട് പോയി. 100 വർഷമാണ് അവർ കുത്തി വാരിക്കൊണ്ട് പോയത്. കഷ്ടപ്പെട്ടാണ് നമ്മളത് റീകളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇനിയും നമ്മൾ പിന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന ഫെമിനിസ്റ്റുകളുടെ റിയൽ സാധനമാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചത്. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത് പറയണമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം. മുക്കിയാലും ഞാൻ തൂക്കും എന്നുള്ളതിൻ്റെ തെളിവാണിത്. അല്ലയോ മാഡമേ, കുറച്ചുകൂടെ മനസ്സാക്ഷി, കുറച്ചുകൂടെ വ്യക്തിത്വം, നിലപാടുകൾ. ചുമ്മാ ആക്ടിവിസ്റ്റാണ്, ചുമ്മാ ഫെമിനിസ്റ്റാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിലുള്ള ആ തീവ്രമായ വിഷത്തെ എടുത്തെറിയാതെ നിങ്ങൾ എന്ത് ചെയ്താലും ഒരു പ്രയോജനവുമില്ല എന്നുള്ളത് വസ്തുത. മനുഷ്യനെ കാർന്നു തിന്നുന്ന വിഷലിപ്തമായ ഒരു വൃത്തികെട്ട സാധനമാണ് വർഗീയതയും അതേപോലുള്ള ജാതീയതയും. ഒരു മനുഷ്യനെ അയാളുടെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കുകയും നീക്കി നിർത്തുകയും ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധതയാണെന്നും രാജ്യദ്രോഹ കുറ്റമാണെന്നും നിലനിൽക്കെ ഇത്തരം വൃത്തികേടുകൾ പറയുന്നവരാണത്രേ ഇവിടെ സുഡാപ്പികളെ പൂക്കിക്കൊണ്ട് നടക്കുന്നത്. നിങ്ങളുടെ മതക്കാർക്ക് നിങ്ങൾക്കിടയിൽ ആദ്യം നീതി കൊണ്ടുവരും, പിന്നെ സുഡാപ്പികൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പോകാം. ഇവരെയൊക്കെ വിശ്വസിച്ച് പിന്തുടർന്ന് കൂടെ നിർത്തുന്ന സുഡാപ്പികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കുള്ള യൂണിറ്റിയാണ് നിങ്ങളുടെ സക്സസ്. ആ യൂണിറ്റിയിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഒരുത്തരും നിങ്ങളെ ചോദ്യം ചെയ്യത്തില്ല, നീക്കി നിർത്തത്തില്ല. പകരം ഇങ്ങനെയുള്ള മ്ലേച്ഛങ്ങളായ ഫേക്കുകളായ ആളുകളെ പിറകെ പോയാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതും ഇതൊക്കെ തന്നെയാണ്. സഹോദരൻ അയ്യപ്പൻ പണ്ട് പെലയന്മാരെ വെച്ചിട്ട്, അതായത് പെലയ സമുദായത്തിലുള്ള ആൾക്കാരെ വെച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഭോജനം കൊടുത്തു. അങ്ങനെ ഒരു ഫെസ്റ്റൊക്കെ നടത്താറുണ്ട്. ഇടയ്ക്ക് നാരായണ ഗുരു നടത്താറുണ്ട്, സഹോദരൻ അയ്യപ്പൻ നടത്താറുണ്ട്. സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹം ഈ ദളിത് വംശജനൊന്നുമല്ല, പക്ഷേ
പുലയ സമുദായത്തിലുള്ള ആൾക്കാരെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണം വിളമ്പിയപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്ന ചോവന്മാരുടെ ടീമുകൾ തന്നെ ഇങ്ങേർക്കൊരു പേരിട്ട് കൊടുത്തു, പിലയനയ്യപ്പൻ. അദ്ദേഹം അത് ഓണർഷിപ്പായിട്ട് എടുത്തു. അങ്ങനെയുള്ള മനുഷ്യർ ഉണ്ടായിരുന്നൊരു നാടാണിത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ നാരായണ ഗുരുവിൻ്റെ ഫോളോവറാണ് അദ്ദേഹം, റിയൽ ഫോളോവർ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്ന് വേറെ രീതിയിലാണ് നടക്കുന്നത്. മദ്യം കുടിക്കരുതെന്നൊക്കെ പറഞ്ഞവന്മാർ കുടിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ നാരായണ ഗുരുവിൻ്റെ കുഞ്ഞമ്മയുടെ കൊച്ചുമോനാണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നുള്ള വസ്തുത. പക്ഷേ ഇത്തരം ഫേക്ക് മുഖങ്ങൾ വലിച്ചു കീറപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതും നീക്കി നിർത്തപ്പെടേണ്ടതുമാണെന്ന് മാത്രം പറയുന്നു. ഇവളൊക്കെ സിനിമയിൽ കൂടെയും അല്ലാതെയും പൊതുജനത്തിനെ പറ്റിക്കുന്നതിൻ്റെ ഏറ്റവും വികൃതമായ ഒരു രൂപമാണ് അവരുടെ ഈ ഒരു പോസ്റ്റിൽ കൂടെ വെളിവായിരിക്കുന്നത്. ആ സ്ത്രീയുടെ മനസ്സിലുള്ള വിഷം എത്രത്തോളം നീചവും മ്ലേച്ഛവും വൃത്തികെട്ടതുമാണ് എന്ന് പറയാൻ എനിക്കിതിൽ കൂടുതൽ വാക്കുകൾ അറിയില്ല. സത്യത്തിൽ നേരിട്ട് കാണുകയാണെങ്കിൽ തൂ എന്നൊരു തുപ്പൽ തുപ്പണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ മോഹമാണ്. അത് അർഹിക്കുന്ന രീതിയിൽ തന്നെ ഞാനത് കൊടുക്കുകയും ചെയ്യുന്നു. ഇത്തരം ഫേക്ക് ജന്മങ്ങളെ നീക്കി നിർത്തുക, മാറ്റി നിർത്തുക, ഇവരിൽ കൂടെ നമുക്കൊരു നീതി കിട്ടുമെന്ന് തെറ്റിപ്പോലും ധരിക്കരുത്. തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ജാതീയത തന്നെയാണ് ഇവരുടെയൊക്കെ ഏറ്റവും മ്ലേച്ഛമായ മുഖം നമുക്ക് മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. താങ്ക് യു സോ മച്ച്.